Welcome back to Bosco Campus Vision, YouTube channel of Kottayam Don Bosco College. I am Grishma TJ, faculty member of PG Department of Commerce. Today I am here with the paper Managerial Economics, which is a co-paper for Semester 1 BCom Tax Procedure and Practices students under Kerala University. This is the 31st lecture of the series. In this lecture, we are discussing about economies of scale and its types, internal economies of scale. Let us discuss economies of scale. Economies of scale refers to the advantages or benefits that a firm gets by expanding its production capacities or output. It is the basic cause behind the increasing return to scale to a firm where the cost per unit of output falls as production is increased. When a firm produces in large scale, then it gets cost advantage. That is, the cost per unit of product falls. Economies of scale is achieved by firms usually in long run. In long run, when production is done at large scale, the overall wastage reduces, which leads to reduction of cost, depicting a good goodwill. എക്കണോമീസ് ഓഫ് സ്കെയിൽ അച്ചീവ് ചെയ്യുന്നത് എപ്പോഴും ലോങ് റണ്ണിലുള്ള ഫേംസ് ആയിരിക്കും. അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും ഔട്ട്പുട്ടും ഒക്കെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് ഒരു ഫേമിന് അഡ്വാൻറ്റേജ് ലഭിക്കുക അല്ലെങ്കിൽ ബെനഫിറ്റ് നേടുക. എക്കണോമീസ് ഓഫ് സ്കെയിലിന് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിലാണ്. ഒരു ഫേം ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിലാകുമ്പോൾ അവരുടെ പ്രൊഡക്ഷൻ കൂടുകയും അതുവഴി പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കുറയുകയും ചെയ്യുന്നു. ഒരു ഫേം ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ നടത്തുകയാണ് എങ്കിൽ അവർക്ക് കോസ്റ്റ് അഡ്വാൻറ്റേജ് നേടാൻ സാധിക്കും. പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അവിടെ. ലോങ് റണ്ണിൽ ഒരു ഫേം പ്രൊഡക്ഷൻ നടത്തുകയാണ്, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുകയാണ് എങ്കിൽ അവരുടെ ഓവറാൾ വേസ്റ്റേജിനെ റെഡ്യൂസ് ചെയ്യുകയും അതുവഴി കോസ്റ്റ് കുറയ്ക്കാനും കൂടുതൽ ഗുഡ്വിൽ നേടാനും അവർക്ക് സാധിക്കുന്നു. ഇതാണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ പറയുന്നത്. എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് കോസ്റ്റ് അഡ്വാൻറ്റേജ് നേടുന്ന ലോങ് റണ്ണിൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്ന ഫേംസിനാണ് എക്കണോമീസ് ഓഫ് സ്കെയിലിൻ്റെ അഡ്വാൻറ്റേജ് നേടാൻ സാധിക്കുക. Where do economies of scale occur most? Economies of scale tend to occur in industries with high capital cost in which those costs can be distributed across a large number of units of production. എക്കണോമീസ് ഓഫ് സ്കെയിൽ ഉണ്ടാവുന്നത് ഇൻഡസ്ട്രീസിലാണ്. ദാറ്റ് ഈസ് ഹൈ ക്യാപിറ്റൽ കോസ്റ്റ് ഉള്ള ഇൻഡസ്ട്രീസ്. ലാർജ് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡക്ഷനുള്ള ഏരിയ ആണ് എങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ എക്കണോമീസ് ഓഫ് സ്കെയിൽ കൂടുതലും ഇൻഡസ്ട്രീസിലാണ് ഉണ്ടാവുന്നത്. കോമൺ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഫാക്ടറി പറയാം. ദെൻ ടൈപ്സ് ഓഫ് എക്കണോമീസ്. ഇൻറ്റേർണൽ എക്കണോമീസ് ഓഫ് സ്കെയിലും ഉണ്ട്, എക്സ്റ്റേണൽ എക്കണോമീസ് ഓഫ് സ്കെയിലും ഉണ്ട്. ഇൻറ്റേർണൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് ദർ ആർ സ്പെസിഫിക് ടു ഇൻഡിവിജ്വൽ ഫേം. ഒരു ഇൻഡിവിജ്വൽ ഫേമിനെ സ്പെസിഫൈ ചെയ്ത് അവിടെ ഉണ്ടാവുന്ന എക്കണോമീസ് ഓഫ് സ്കെയിലിനെയാണ് ഇൻറ്റേർണൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ദെൻ എക്സ്റ്റേണൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുകയാണെങ്കിൽ അഡ്വാൻറ്റേജസ് ദാറ്റ് ബെനഫിറ്റ് ദ ഇൻഡസ്ട്രി ആസ് എ ഹോൾ. ഒരു ഇൻഡസ്ട്രി മൊത്തത്തിൽ അതിൻ്റെ ബെനഫിറ്റ് കിട്ടുമെങ്കിൽ അതിനെയാണ് എക്സ്റ്റേണൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ ഫേമിന് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ ഇൻറ്റേർണൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്നും, ഇൻഡസ്ട്രി മൊത്തമായിട്ട് ആ ഒരു ബെനഫിറ്റ് നേടുന്നുണ്ട് എങ്കിൽ അതിനെ എക്സ്റ്റേണൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്നും പറയാം. ദെൻ ലുക്ക് അറ്റ് ദ ഇൻറ്റേർണൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ. Internal economies of scale are a product of how efficient a firm is at producing. Internal economies of scale മെയിനായിട്ട് പറയുന്നത് ഒരു ഫേം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൽ എത്രത്തോളം എഫിഷ്യൻ്റ് ആണ്, അതാണ് ഇൻറ്റേർണൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ. അതുപോലെ തന്നെ ആ ഒരു ഫേമിലുണ്ടാവുന്ന എക്കണോമീസിനെ ഫുള്ളായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എക്കണോമീസ് ഓഫ് സ്കെയിലിനെ നമുക്ക് ഇൻറ്റേർണൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയാം. ഒരു ഫേമിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എക്കണോമീസ് ഓഫ് സ്കെയിലിനെയാണ് ഇൻറ്റേർണൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ദെൻ ലുക്ക് അറ്റ് ദ ഫോംസ് ഓഫ് ഇൻറ്റേർണൽ എക്കണോമീസ്. ലേബർ എക്കണോമീസ്,
technical economics, managerial economics, marketing economics, financial economics and risk spreading economics. ഇതെല്ലാം തന്നെ ഇൻറ്റേർണൽ എക്കണോമീസിനാണ്. ഒരു ഫേമിനെ ഡയറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏരിയാസാണ് ഈ പറഞ്ഞിരിക്കുന്ന എക്കണോമീസ് എല്ലാം തന്നെ. ഏതൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ, ലേബർ എക്കണോമീസ്. ഇൻക്രീസ്ഡ് ഡിവിഷൻ ഓഫ് ലേബർ. ലേബേഴ്സിനെ അവരവർക്ക് ഫീസിബിളായിട്ടുള്ള വർക്കിൽ അലോട്ട് ചെയ്യുക. ലാർജ് ഫേംസ് അട്രാക്ട് more efficient labor as it can offer wide vertical mobility, promotion prospects. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലേബേഴ്സ് എപ്പോഴും ലാർജ് ഫേംസിൽ അട്രാക്റ്റഡ് ആയിരിക്കും. അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഇംപ്രൂവ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുമ്പോൾ ലോവർ ലെവലിൽ നിന്നും അല്ലെങ്കിൽ ഒരു സോഷ്യൽ ലെവലിൽ നിന്നും അവരൊരു ഹയർ ലെവലിലേക്ക് മാറാൻ എപ്പോഴും ലേബേഴ്സ് ആഗ്രഹിക്കും. അതുപോലെ തന്നെ അവരുടെ പ്രൊമോഷൻ പ്രോസ്പെക്ട്സ് എല്ലാം ലേബർ എക്കണോമീസിൽ ഇൻവോൾവ് ആണ്. ദെൻ എഫിഷ്യൻസി ആൻഡ് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി ലീഡ്സ് ടു ലോവർ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻറ്റും ഇൻക്രീസ്ഡും ആണ് എങ്കിൽ അത് പെർ യൂണിറ്റ് ഔട്ട്പുട്ട് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് വൺ, ടെക്നിക്കൽ എക്കണോമീസ്. ഇറ്റ് റെഫേഴ്സ് ടു റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്. മാനുഫാക്ചറിങ് പ്രോസസ് കോസ്റ്റ് കുറയ്ക്കുന്നതാണ് ടെക്നിക്കൽ എക്കണോമീസ് എന്ന് പറയുന്നത്. എക്കണോമീസ് ഓഫ് സുപ്പീരിയർ ടെക്നിക്, എക്കണോമീസ് ഓഫ് ഇൻക്രീസ്ഡ് ഡയമെൻഷൻ, എക്കണോമീസ് ഓഫ് ലിങ്ക്ഡ് പ്രോസസ്, എക്കണോമീസ് ഇൻ പവർ, എക്കണോമീസ് ഓഫ് ബൈ പ്രോഡക്റ്റ്, എക്കണോമീസ് ഓഫ് കണ്ടിന്യൂഷൻ. ഇതൊക്കെയാണ് ടെക്നിക്കൽ എക്കണോമീസ് എന്ന് പറയുന്നത്. മാനുഫാക്ചറിങ് പ്രോസസ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ടെക്നിക്കൽ എക്കണോമീസ്. Then managerial economies. Cost per unit of management falls as output increases. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് മാനേജ്മെൻറ്റ് കോസ്റ്റ് കുറയുന്നതാണ് മാനേജീരിയൽ എക്കണോമീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മാർക്കറ്റിംഗ് എക്കണോമീസ്. എക്കണോമീസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ്. ദാറ്റ് ഈസ് ബൈയിങ് റോ മെറ്റീരിയൽസ് ആൻഡ് സെല്ലിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ്. റോ മെറ്റീരിയൽസ് വാങ്ങിച്ചുകൊണ്ട് പ്രോസസ്സ് ചെയ്ത് അതിനെ ഫിനിഷ്ഡ് ഗുഡ്സിലെത്തിച്ച് സെയിൽ ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ് എക്കണോമീസ്. ഇത് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളത് അഡ്വർടൈസിങ്ങിലും പ്രൊമോഷനിലുമാണ്. നെക്സ്റ്റ് വൺ, ഫിനാൻഷ്യൽ എക്കണോമീസ്. ഗ്രേറ്റർ റെപ്യൂട്ടേഷൻ ഓഫ് ലാർജ് ഫേംസ് ഇൻ ദ മണി മാർക്കറ്റ്. ബിഗ് ഫേംസ് പെർസീവ്ഡ് ആസ് ലെസ് റിസ്കി ബൈ ഇൻവെസ്റ്റേഴ്സ്. ബിഗ് ഫേംസ് ക്യാൻ ഈസിലി റേസ് ക്യാപിറ്റൽ ബൈ ഇഷ്യൂയിങ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. മണി മാർക്കറ്റിലൊരു ഗ്രേറ്റർ റെപ്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ലാർജ് ഫേംസ് എപ്പോഴും ശ്രമിക്കും. അത് ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ റിസ്ക് കുറവായിരിക്കണം. അതുവഴി ബിഗ് ഫേംസിന് അവരുടെ ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ സാധിക്കും. ഇൻറ്റേർണൽ എക്കണോമീസ് ഓഫ് സ്കെയിലിൽ ലാസ്റ്റ് വൺ ആണ് റിസ്ക് മിനിമൈസിങ് എക്കണോമീസ്. By diversification of output, by diversification of market, by diversification of source of supply as well as of process of manufacturing. ഡൈവേഴ്സിഫിക്കേഷനിലൂടെ റിസ്ക് കുറയ്ക്കാനുള്ള മാർഗങ്ങളാണ് വിവിധ തരത്തിലുള്ള ഔട്ട്പുട്ടുകൾ, വിവിധ തരത്തിലുള്ള മാർക്കറ്റിലൂടെ. അതുപോലെ തന്നെ സോഴ്സ് ഓഫ് സപ്ലൈയിൽ വിവിധങ്ങൾ നമ്മൾ കണ്ടെത്തുക. ഏതൊക്കെ ഏരിയയിലൂടെ നമുക്ക് സപ്ലൈ നടത്താം, അതുപോലെ ഏതൊക്കെ ഏരിയയിൽ നമുക്ക് പുതിയ പുതിയ പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ്, അതിലെല്ലാം ഡൈവേഴ്സിഫിക്കേഷൻ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് വഴി റിസ്കിനെ മിനിമൈസ് ചെയ്യാൻ സാധിക്കും. ഇത്രയും ഫോംസ് ആണ് ഇൻറ്റേർണൽ എക്കണോമീസ് ഓഫ് സ്കെയിലിന് ഉള്ളത്. എക്സ്റ്റേണൽ എക്കണോമീസിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് ഓൾ ഫോർ ടുഡേയ്സ് സെഷൻ. ഡു ഹോംവർക്ക് ആൻഡ് സെൻഡ് മീ ബാക്ക് ത്രൂ വാട്സാപ്പ്. താങ്ക് യു ഫോർ ലിസണിങ്.